ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കപ്പ ബിരിയാണിയാണ്. കപ്പ ബിരിയാണിക്ക് കൂടുതൽ കോമ്പിനേഷൻ കപ്പയും ബീഫും ആണ്. പക്ഷേ ഞങ്ങളുടെ വീട്ടിലുള്ളവരെല്ലാം ചിക്കൻ ലവേഴ്സ് ആയതുകൊണ്ട് ഞാൻ കപ്പ ബിരിയാണി ചിക്കനിലാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ 1 കിലോ കപ്പയും 800 ഗ്രാം ചിക്കനുമാണ് എടുത്തേക്കുന്നത്. ഒരു പാത്രത്തിൽ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കപ്പ കുറച്ച് വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി മറ്റൊരു പാനിൽ നമുക്ക് ചിക്കൻ തയ്യാറാക്കാം. ഒരു പാനിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 2 സവാള അരിഞ്ഞത് കുറച്ച് ഉപ്പും ചേർത്ത് സോട്ട് ചെയ്തെടുക്കാം. സവാള നന്നായി വഴണ്ട് വരുമ്പോൾ നമുക്കതിലേക്ക് 3 പച്ചമുളക് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 കഷ്ണം പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ചേർക്കാം. ഉള്ളി നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി ഇത്രയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ അല്പം തേങ്ങ നമുക്ക് വറുത്തെടുക്കാം. നല്ലൊരു ബ്രൗൺ നിറമാകുന്നത് വരെ തേങ്ങ വറുക്കാം. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച കപ്പ ചേർക്കാം. നേരത്തെ വറുത്ത് വെച്ച തേങ്ങയും ചേർത്ത് എല്ലാം നന്നായി മിക്സ് ചെയ്യാം. ഇടയ്ക്ക് ചില കപ്പകൾ നമുക്ക് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.